ഈ ലേഖനം വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പുണ്യാളൻ ബേദലഹേമിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: 2 ആഴ്ച കൂടുമ്പോൾ വിശ്വാസികൾക്ക് റോമാലേഖനം വായിച്ചു കൊടുക്കണം. അങ്ങനെ വായിച്ചാൽ നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി മാറും. വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത് റോമാലേഖനത്തിലെ ഒരു വാചകമാണ്. 13-ാം അധ്യായത്തിലെ 13 മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത്. അനേകം പ്രശസ്തരായ ബൈബിൾ പണ്ഡിതന്മാർ ഈ റോമാലേഖനം പഠിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദീർഘമായ എഴുത്താണ്. ഇതൊരു ലെറ്ററാണ്. പുരാതന കാലത്ത് നിന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളിലെ ഏറ്റവും ദൈർഘ്യമേറിയ കത്താണ് റോമാലേഖനം. ഇതിനേക്കാൾ ദീർഘമായൊരു കത്ത് പുരാതന ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നത് റോമാലേഖനത്തിലാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി അടിയന്തരമായി